ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. പാലക്കുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും CPM നേതാവുമായ NK ജോസിനെതിരെ മുന്നണിയിലെ ഘടകകക്ഷികൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 6-നെതിരെ 7 വോട്ടുകൾക്കാണ് അവിശ്വാസം പാസായത്. LDFിലെ ഘടകകക്ഷികളായ CPIയും കേരള കോൺഗ്രസ് M വിഭാഗവും കോൺഗ്രസിനൊപ്പം ചേർന്നാണ് CPIഎമ്മിന്റെ പ്രസിഡന്റിനെതിരെ അവിശ്വാസ നോട്ടീസ് നൽകിയതും പ്രമേയം പാസാക്കിയതും. 13-അംഗ ഭരണസമിതിയിൽ CPM 6, CPI 3, കോൺഗ്രസ് 3, കേരള കോൺഗ്രസ് M 1 എന്നിങ്ങനെയാണ് കക്ഷിനില. പാലക്കുഴയിലെ സർവീസ് സഹകരണ ബാങ്കിനെ സംരക്ഷിക്കാൻ നിലപാടെടുത്ത മെമ്പർമാർക്ക് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള കൂത്താട്ടുകുളം, എലഞ്ഞി, തിരുമാറാടി, പാമ്പാക്കുട, രാമംഗലം, പിറവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളെ അനധികൃതമായി സഹകരണ ബാങ്കിൻ്റെ നിയമത്തിൽ വരാത്ത ആളുകളെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ബാങ്കിന് അംഗങ്ങളാകാനായിട്ട് അർഹത ഇല്ലാത്ത ആളുകളെ എല്ലാം അംഗങ്ങളാക്കി ഈ ബാങ്ക് പിടിച്ചെടുത്ത് 8 വർഷം പിന്നിടുമ്പോൾ ഇന്ന് ആ ബാങ്കിൻ്റെ CPM നേതൃത്വം കൊടുക്കുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവരികയും ആ അവിശ്വാസം പാസ്സാകുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ ഇത് കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നമുക്കറിയാം, അനധികൃതമായിട്ട് അല്ലെങ്കിൽ അവിഹിതമായിട്ടാണ് അല്ലെങ്കിൽ അർഹതയില്ലാത്ത ആളുകളാണ് ഈ കഴിഞ്ഞ 8 വർഷക്കാലം ഈ ബാങ്കിന് നേതൃത്വം കൊടുത്തത്. തീർച്ചയായിട്ടും പാലക്കുഴത്തെ വലിയൊരു ജനത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഈ ബാങ്ക് ഭരിക്കണം എന്നുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാടാണ്. പലപ്പോഴും നമുക്കറിയാം, പല ആളുകളുമായിട്ട് ആശയവിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ നമുക്കറിയാം. CPIയും കേരള കോൺഗ്രസും പ്രതിപക്ഷമായ കോൺഗ്രസിനൊപ്പം കൈകോർത്തതോടെ ഭരണപക്ഷം ന്യൂനപക്ഷമാവുകയായിരുന്നു. CPMും CPIയും തമ്മിൽ പ്രദേശത്തുണ്ടായ രൂക്ഷമായ സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് അവിശ്വാസ പ്രമേയത്തിലേക്ക് എത്തിച്ചത്. ഘടകകക്ഷികളോട് യാതൊരുവിധ കൂടിയാലോചനകളും നടത്താതെ CPM ബാങ്കിൽ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ആക്ഷേപം ശക്തമായിരുന്നു. അടുത്തിടെ CPMൽ നിന്ന് 86ഓളം പ്രവർത്തകർ രാജിവെച്ച് CPIയിൽ ചേർന്നത് ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരുവിഭാഗവും സംയുക്തമായിട്ടായിരുന്നില്ല പ്രവർത്തിച്ചിരുന്നത്. ഉദ്യോഗസ്ഥരും പാറമട ലോബിയും ഒത്തുകളിച്ചെന്ന് അവിശ്വാസ പ്രമേയം പാസ്സായതിന് പിന്നാലെ രൂക്ഷമായ ആരോപണങ്ങളുമായി CPM രംഗത്തെത്തി. പ്രമേയത്തിന്മേൽ രഹസ്യ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചുവെന്ന് CPM ആരോപിച്ചു. അംഗങ്ങളെ കൈപൊക്കി വോട്ട് ചെയ്യിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ കോൺഗ്രസിന്റെ ഭരണസ്വാധീനത്തിന് വഴങ്ങിയാണ് പ്രവർത്തിച്ചതെന്നും പാറമട ലോബികൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങളെ വിലക്കെടുത്തതുമാണ് അവിശ്വാസം പാസ്സാക്കാൻ കാരണമായതെന്നും CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ് ആരോപിച്ചു. ഇടതുപക്ഷത്തിനെതിരായി അവിശ്വാസം ഇന്ന് ചർച്ചയ്ക്കെടുക്കുകയാണ് ഇത്. അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലെ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന പോലെ രഹസ്യ ബാലറ്റ് വഴി നടപ്പാക്കേണ്ട ആ സമ്പ്രദായത്തിന് വിരുദ്ധമായി കൈവോട്ട് വോട്ടിംഗ്, ജനാധിപത്യ വിരുദ്ധമായ ഒരു വോട്ടിംഗ് നീക്കം വഴി, പരസ്യമായ വോട്ടിംഗ് വഴി, ഇപ്പോൾ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും കൈവോട്ട് വോട്ടില്ല. ആ സംവിധാനത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടുന്ന മുക്കൂട്ട് മുന്നണിക്കൊപ്പം കൂട്ടിച്ചേർന്ന നിലപാടാണ് സഹകരണ ഡിപ്പാർട്ട്മെന്റിലെ വരണാധികാരിയായ ഉദ്യോഗസ്ഥൻ അടക്കം ചെയ്തത്. ഈ മുൻകൂർ പ്ലാനിംഗ് ആണ്. ഇവിടെ വോട്ടെടുപ്പിൽ പങ്കെടുത്ത ഒരു ജനപ്രതിനിധി അയോഗ്യനാണ്. 4 ഭരണസമിതി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്തതുകൊണ്ട് അയോഗ്യതയുള്ള ആൾക്കെതിരായി ഈ ബാങ്കിലെ ഒരു സാധാരണ അംഗം സഹകരണ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത അന്വേഷണത്തെ 6 മാസക്കാലം തടഞ്ഞു വെച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ അതേ അംഗം തന്നെ പോയി കൊടുത്ത റിട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തി കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ആ ഉത്തരവിട്ടിരിക്കുന്ന അംഗത്തിന്റെ അടക്കം പിൻബലത്തോടെ ഇന്ന് കൈവൊക്കി വോട്ടിങ്ങിലൂടെ ആ കൈവൊട്ടി വോട്ടിങ്ങിനുള്ള അവസരമാണ് ഇവിടെ ഉണ്ടായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
CPIM-ന്റെ 6 ജനപ്രതിനിധികൾ വോട്ടെടുപ്പിൽ ഇക്കാര്യത്തിന്റെ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് എഴുതിക്കൊടുത്ത് പുറത്തിറങ്ങിയാണ്. തീർച്ചയായും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് ഈ സഹകരണ സംഘത്തിൽ തുടരുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.